പിന്തുണ പ്രഖ്യാപനം ഏകപക്ഷീയമായിരുന്നോ അതോ തമ്മിൽ ചർച്ച ചെയ്തിട്ടാണോ? CPM നേതാക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ, നിങ്ങൾ അങ്ങോട്ട് പോയോ? രണ്ടു കൂട്ടരും പരസ്പരം സൗകര്യമുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷമാണ് പിന്തുണ കൊടുത്തത്. CPM-ന് മാത്രമല്ല, ഇരു മുന്നണികൾക്കും ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ? തെളിവുകളുണ്ട്. ഞാൻ കോൺഫിഡൻഷ്യലി നടന്ന ചർച്ചകൾ ഒരു ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്നുള്ള അർത്ഥത്തിൽ എല്ലാം വെളിപ്പെടുത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം. 2011 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലിയാണ്. മറുഭാഗത്ത് നിന്ന് പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. ഇതേ പിണറായി വിജയൻ പക്ഷേ 2013 നിങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളും പുറത്തുണ്ട്. താങ്കൾ പൊതുസമൂഹത്തിൽ പറഞ്ഞത് 2019 ഇടതുമുന്നണിക്കെതിരെ ഞങ്ങൾ തിരിഞ്ഞതുകൊണ്ട് ഞങ്ങളെ അന്നു മുതൽ ഇവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. 2013 പിണറായി വിജയൻ പറഞ്ഞത് RSS പോലെ ജമാഅത്തെ ഇസ്ലാമിയും ഒരു തീവ്രവാദ സംഘടനയാണ് എന്നുള്ളതാണ്. പരസ്യമായി മൈക്ക് കെട്ടി പ്രസംഗിച്ചു ഇതേ പിണറായി. ഇതിലേത് പിണറായിയാണ് ശരി? രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും പറയുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമല്ല. പക്ഷേ പറയുന്നതിൻ്റെ കാരണമാണ് പ്രധാനമെന്ന് പറയുന്നത്. പിന്തുണക്കുന്ന ഘട്ടത്തിൽ അവർക്കിത് പറയാലോ, പിന്തുണക്കാത്ത ഘട്ടത്തിലല്ലല്ലോ പറയേണ്ടത്. ശരി, പിണറായി വിജയനും CPM-നും ഇരട്ടത്താപ്പുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. എന്തിന് ജമാഅത്തെ ഇസ്ലാമി ഈ പുലഭ്യം മുഴുവൻ കേട്ടിട്ടും 2019 വരെ ഇതേ മുന്നണിയെ, ഇതേ പാർട്ടിയെ, ഇതേ നേതാക്കളെ പിന്തുണച്ചു? വേറെ വഴിയില്ലാത്തതുകൊണ്ടാണോ? ഗതികേടാണോ? അതോ നിങ്ങൾ പറയുന്നതിലൊരു ശരികേടുണ്ടോ? ഈ ചർച്ച എന്നൊക്കെ പറയുന്നത് സത്യമായിരുന്നോ? ജിമ്മി, ജമാഅത്തെ ഇസ്ലാമിയോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനമായി വർത്തിച്ചിരുന്നത്. ഞാൻ ജിമ്മിയോട് പറഞ്ഞു, രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുക്കാറുള്ളത് എന്ന്. ജമാഅത്തെ ഇസ്ലാമിക്ക് 2 തവണ നിരോധനം ഏൽക്കേണ്ടി വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിലാണ്. പിന്നെന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി CPM-വുമായി പലപ്പോഴും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസവും ഇസ്ലാമും എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ആശയപരമായ വിമർശനങ്ങളും അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെ ആശയപരമായ സംഘർഷം ജമാഅത്തെ ഇസ്ലാമിക്കും CPM-നും അകത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ ഒരെലക്ഷൻ വരുന്ന ഘട്ടത്തിൽ രാജ്യ താൽപര്യത്തെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുകയും ആ സംസാരത്തെ അക്കമഡേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ പിന്തുണ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്തുണ കൊടുക്കുന്നു എന്നതിനർത്ഥം അവർ തമ്മിൽ ആശയപരമായി ഐക്യപ്പെട്ടു എന്നോ വിമർശിക്കപ്പെടുകയില്ല എന്നൊന്നുമല്ല. പക്ഷേ വിമർശനത്തിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് ഓരോരുത്തരും ചെയ്യേണ്ടുന്ന മര്യാദയാണ്. അത് അവരവർ തീരുമാനിക്കേണ്ട കാര്യവുമാണ്. പിണറായി വിജയന് ആ മര്യാദയില്ല, CPM-ന് ആ മര്യാദയില്ല. അങ്ങനെയാണോ എന്നുള്ളത് പൊതുവെ രണ്ട് ജനങ്ങളുടെ മുമ്പിൽ ദൃശ്യമാണല്ലോ. അതായത് ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം തമ്മിലുള്ള വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് ഒരു രഹസ്യമായ കാര്യമല്ലല്ലോ, പരസ്യമായ കാര്യമാണല്ലോ. ഇതിൻ്റെ എല്ലാം ക്രിസ്റ്റൽ എവിഡൻസ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ടല്ലോ. എന്നിരിക്കെ CPM ഇങ്ങനെ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മാത്രമാണോ CPM ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? CPM-നെ വിയോജിച്ച് സുപ്രഭാതം പത്രത്തിൽ ലേഖനം വന്നപ്പോൾ CPM എന്താ പറഞ്ഞത്? സമസ്തയുടെ ഉള്ളടക്കം വർഗീയത എന്ന് CPM പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം സമസ്തയുടെ ഉള്ളടക്കം വർഗീയത എന്നാണോ? സലഫി മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ RSS ആക്രമിച്ച ഒരു ഘട്ടത്തിൽ തീവ്രവാദത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞില്ലേ? അതിനർത്ഥം അവരങ്ങനെയാണ് എന്നാണോ? അപ്പോൾ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇവിടെ ഒരുപാട് കമ്മ്യൂണിറ്റികളില്ലേ, ഒരുപാട് ഓർഗനൈസേഷൻസ് ഇല്ലേ, അവർക്കിടയിൽ വ്യക്തികളും സംഘങ്ങളും പലപ്പോഴും എക്സ്ട്രീമായ ലൈനുകൾ സ്വീകരിക്കുന്നില്ലേ? അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് മാർക്കിടുന്ന ഒരു സമീപനം CPM സ്വീകരിക്കോ? SNDP-ക്കകത്ത് സ്വീകരിക്കോ? NSS-നകത്ത് സ്വീകരിക്കോ? സഭക്കകത്ത് സ്വീകരിക്കോ? അതോടെ നിൽക്കട്ടെ. പക്ഷേ ഒരു പ്രശ്നം, ഈ ഞങ്ങൾ പിന്തുണ കൊടുത്തു, പിണറായി വിജയനോ ബാക്കിയുള്ളവർ എന്തു പറഞ്ഞാലും രാഷ്ട്രീയ കാരണങ്ങൾ ഞങ്ങളത് കൊടുക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറയുന്നത് 2016 ജമാഅത്തെ ഇസ്ലാമി എന്നെയാണ് പിന്തുണച്ചത്, കോൺഗ്രസ്സുകാരനാണ് എന്നെ. താങ്കൾ പറയുന്നതനുസരിച്ച് താങ്കളുടെ പാർട്ടി 2019 ഈ മനമാറ്റം നടത്തിയത്. ഇത് ആര് പറയുന്നതാണ് ശരി? അല്ല അതിൽ ജിമ്മി അതിൽ പെശകില്ല. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതായത് 96 മുതൽ 2019 വരെയുള്ള ഇലക്ഷനിൽ ചില മണ്ഡലങ്ങളിൽ സെലക്ട് ചെയ്തിട്ട് ചില ഘട്ടത്തിൽ ഉദാഹരണമായിട്ട് BJP സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ വിജയ സാധ്യതയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിയോഗി എന്ന് പറയുന്നത് സംഘപരിവാറാണ്.
അത്തരം സംഘപരിവാർ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ വിജയസാധ്യതയുള്ള കാൻഡിഡേറ്റിനും പിന്തുണ കൊടുത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 96 മുമ്പ് മൂല്യബോധമുള്ള ആളുകളെ നോക്കിയിട്ട് നമ്മൾ വോട്ട് കൊടുത്ത സന്ദർഭമുണ്ട്. അന്ന് കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്, UDFനും CPMനും കിട്ടിയിട്ടുണ്ട്. നേരെ മറിച്ച് ബ്ലോക്കായിട്ട് കൊടുത്തത് 2004, 2006 പോലുള്ള കാലയളവിലാണ്. ടോട്ടലി 96 മുതൽ 2019 വരെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചും അല്ലെങ്കിൽ ഒറ്റയായും ഒക്കെ CPMനെ പിന്തുണച്ചു എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടാണ് CPM നിങ്ങളെ ചാപ്പുകുത്തുന്നത് എന്ന് ചോദിച്ചാൽ, CPM ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാത്തവരെ എല്ലാം വിമർശിക്കും, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വശത്തും SDPയെ മറുവശത്തും നിർത്തിയാണ് ഇപ്പോൾ CPM തീവ്രവാദ ചാപ്പ ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിനെയും എതിർക്കണ്ടേ? പക്ഷേ മുസ്ലിം ലീഗിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങളെ മാത്രം എന്തുകൊണ്ടാണ്? അപ്പോൾ ജിമ്മി വിജയരാഘവൻ്റെ സ്പീച്ച് കേട്ടില്ലേ? അതിനകത്ത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മുന്നിലും പിന്നിലും എന്നാണ് പറഞ്ഞത്. മുന്നിലും പിന്നിലും ജമാഅത്തെ ഇസ്ലാമി SDPIയോ അല്ലല്ലോ. വിജയരാഘവന്റെ പ്രസംഗത്തിന് ഒരു പശ്ചാത്തലങ്ങളുണ്ട്. മുസ്ലിം ലീഗിനുള്ളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറുന്നു, അങ്ങനെ മുസ്ലിം ലീഗ് വെടക്കാകുന്നു. അവിടെയും ജമാഅത്തെ ഇസ്ലാമിയാണ്. മുസ്ലിം ലീഗ് ഒരു കുഴപ്പമില്ലാത്ത പാർട്ടിയാണ്, പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറി മൊത്തം കുഴപ്പമാക്കുകയാണെന്നാണ് ഈ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ മാത്രമായി ടാർഗറ്റ് ചെയ്യുന്നത്, താങ്കൾ പറഞ്ഞാൽ നിങ്ങളൊരു ചെറിയ പാർട്ടിയാണ്, വെൽഫെയർ പാർട്ടിക്ക് തികച്ചൊരു പഞ്ചായത്ത് പോലുമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ലീഗിനോട് പറയുന്നത് പോലെ അല്ല നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് അതേസമയം SDPI പറയുന്നത്. അതിൽ ജിമ്മി തരാതരം സ്റ്റാൻഡ് മാറുന്നു, സ്ട്രാറ്റജിക്കൽ സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒരു ടൂളാക്കുന്നു, അത് മതിയാകാതെ വരുമ്പോൾ ലീഗിനെ കൂടി ചേർത്ത് കെട്ടുന്നു. മുസ്ലിം ലീഗിൻ്റെ പുറകിൽ ഒരുപാട് നടന്നതാണല്ലോ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട്. ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തും ഗ്രീൻ സിഗ്നൽ കിട്ടാത്തൊരു ഘട്ടത്തിലാണ് ലീഗ് വർഗീയ സംഘടനയാകുന്നത്. വിജയരാഘവൻ്റെ പ്രഭാഷണം എന്ന് പറയുന്നത് തീർത്തും ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചിട്ടല്ല, പിന്നീട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. വർഗീയ ചേരിയുടെ പിന്തുണയോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയും വിജയിച്ച് കയറിയതെന്ന് പറഞ്ഞു. മുന്നിലും പിന്നിലും വർഗീയ കക്ഷികളാണെന്ന് പറഞ്ഞു. പിറ്റത്തെ ദിവസം മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റി അധിക്ഷേപിച്ചു എന്ന വിമർശനം വന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസമാണ് ഗോവിന്ദ മാഷും ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ TP രാമകൃഷ്ണനും അതിന് എക്സ്പ്ലനേഷനായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് എക്സ്പ്ലനേഷനായിട്ട് വരേണ്ടി വന്നത്? ആദ്യത്തെ ദിവസം വിജയരാഘവൻ അടച്ചാണ് ആക്ഷേപിച്ചത്, മുസ്ലിം വർഗീയ ചേരി എന്ന് അടച്ചാണ് ആക്ഷേപിച്ചത്.